ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ 2024 ജൂലൈ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ്. അമീബിക് മസ്തിക ജ്വരത്തിനെതിരെ ഇന്ത്യയിൽ ആദ്യമായി മാർഗരേഖ പുറത്തിറക്കിയ സംസ്ഥാനം കേരളം. രോഗാണു നെഗ്ലേറിയ ഫൗലേറി വിഭാഗത്തിൽപ്പെട്ട അമീബ. 2016 ആലപ്പുഴയിലാണ് കേരളത്തിൽ ആദ്യമായി മസ്തിക ജ്വരം റിപ്പോർട്ട് ചെയ്തത്. 2024 പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങുകൾക്ക് വേദിയാകുന്ന നദി സെൻ നദി. 2024 പാരീസ് ഒളിമ്പിക്സിന് ശേഷം വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ഹോക്കി താരം PR ശ്രീജേഷ്. 2024 ജൂലൈ മാസത്തിൽ പുറത്തുവിട്ട ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യൻ പാസ്പോർട്ടിന്റെ സ്ഥാനം 82. ഒന്നാം സ്ഥാനത്ത് സിംഗപ്പൂർ. സിംഗപ്പൂർ പാസ്പോർട്ട് ഉടമകൾക്ക് 195 രാജ്യങ്ങൾ വിസ ഇല്ലാതെ സന്ദർശിക്കാം. രണ്ടാം സ്ഥാനത്ത് ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി, സ്പെയിൻ, ജപ്പാൻ എന്നീ 4 രാജ്യങ്ങളാണ്. 58 രാജ്യങ്ങളിലേക്ക് വിസ ഇല്ലാതെ സന്ദർശിക്കാൻ കഴിയുന്ന ഇന്ത്യൻ പാസ്പോർട്ട് 82ാം സ്ഥാനത്താണ്. ഇന്ത്യയിലെ ആദ്യ മഴമാപിനി വെബ്സൈറ്റ് പുറത്തിറക്കിയ ജില്ല വയനാട് ജില്ല. ഇന്ത്യയുടെ ചരിത്രത്തിൽ തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റുകൾ അവതരിപ്പിച്ച കേന്ദ്ര ധനമന്ത്രി എന്ന ബഹുമതി സ്വന്തമാക്കിയത് നിർമ്മല സീതാരാമൻ. തുടർച്ചയായി 7 കേന്ദ്ര ബജറ്റുകളാണ് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത്. 6 ബജറ്റ് അവതരിപ്പിച്ച മുൻ ധനമന്ത്രി മൊറാർജി ദേശായിയുടെ റെക്കോർഡാണ് നിർമ്മല സീതാരാമൻ മറികടന്നത്. വർദ്ധിച്ചുവരുന്ന സൈബർ കേസുകളെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പർ 1930 ദേശീയ പതാക ദിനമായിട്ട് ആചരിക്കുന്നതെന്ന് ജൂലൈ 22. പിംഗലി വെങ്കയ്യ രൂപകൽപ്പന ചെയ്ത ത്രിവർണ പതാക ഇന്ത്യയുടെ പതാകയായി സ്വീകരിച്ചതിന് ഓർമ്മയ്ക്കായിട്ടാണ് എല്ലാ വർഷവും ജൂലൈ 22 ദേശീയ പതാക ദിനമായിട്ട് ആചരിക്കുന്നത്. കാർഗിൽ വിജയ് ദിവസ് ആചരിക്കുന്നത് എന്ന് ജൂലൈ 26. 1999 ജമ്മു കാശ്മീരിലെ കാർഗിൽ പാകിസ്ഥാനെതിരെ നടന്ന യുദ്ധത്തിൽ ഇന്ത്യ നേടിയ വിജയത്തെ അനുസ്മരിക്കുന്ന ദിവസമാണ് കാർഗിൽ വിജയ് ദിവസ്. എല്ലാ വർഷവും ജൂലൈ 26 കാർഗിൽ വിജയ് ദിവസ് ഇന്ത്യയിൽ ആഘോഷിക്കുന്നത്. ഖാദർ കമ്മിറ്റി ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിദ്യാഭ്യാസം. കേരളത്തിലെ 12ാം ക്ലാസ് വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട വിദഗ്ധ സമിതിയാണ് ഖാദർ കമ്മിറ്റി. 2024 ജൂലൈ മികച്ച ശിശു സൗഹൃദ സേവനങ്ങൾക്ക് നൽകുന്ന ദേശീയ ഗുണനിലവാര അംഗീകാരമായ മുസ്കാൻ സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആശുപത്രി വയനാട് ജില്ലയിലെ മാനന്തവാടി ജില്ലാ ആശുപത്രി. ChatGPT ഉപയോഗിച്ചുള്ള കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തിയ രാജ്യം ചൈന. ഇന്ത്യയുടെ 78ാമത് സ്വാതന്ത്ര്യദിന ആഘോഷത്തിന്റെ പ്രമേയം വികസിത ഭാരതം. 2047 രാജ്യത്തെ വികസിതമാക്കി തീർക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ ഉമ്മൻചാണ്ടി പൊതുപ്രവർത്തക പുരസ്കാരം ലഭിച്ചത് രാഹുൽ ഗാന്ധിക്ക്. 2024 ജൂലൈ 2
ഒ.വി. വിജയൻ സാഹിത്യ പുരസ്കാരത്തിന് അർഹരായ എഴുത്തുകാരുടെ പേര്. കെ.പി. രാമനുണ്ണി, വി. ഷിനിലാൽ, ജിൻഷ, ഗംഗ, ഹരികൃഷ്ണൻ തച്ചാടൻ തുടങ്ങിയവർ. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ. അർജന്റീന ഫൈനലിൽ കൊളംബിയയെ പരാജയപ്പെടുത്തിയാണ് കിരീടം നേടിയത്. മണ്ടേല ദിനമായിട്ട് ആചരിക്കുന്നത് ജൂലൈ 18. നെൽസൺ മണ്ടേലയുടെ ആത്മകഥ ലോങ് വാക്ക് ടു ഫ്രീഡം. റഷ്യയിൽ നിരോധനം ഏർപ്പെടുത്തിയ ഓൺലൈൻ ദിനപത്രം മോസ്കോ ടൈംസ്. അന്താരാഷ്ട്ര നീതിന്യായ ദിനം ജൂലൈ 17. 1998 മുതൽ എല്ലാ വർഷവും ലോകം അന്താരാഷ്ട്ര നീതിന്യായ ദിനമായിട്ട് ആചരിച്ചു വരുന്നു.